ശക്തമായ മത്സരം നടന്ന പത്തനംതിട്ടയിൽ ഫലം പ്രവചനാതീതമാണ്. മണ്ഡലം നിലനിർത്താൻ ആന്റണിയും അട്ടിമറി ജയത്തിനായി ഡോക്ടർ തോമസ് ഐസക്കും പോരാടിയപ്പോൾ മുതിർന്ന കോൺഗ്രസ് നേതാവിന്റെ മകൻ അനിൽ ആന്റണിയെ രംഗത്തിറക്കിയ BJPക്ക് വിജയം മാത്രമാണ് ലക്ഷ്യമായിട്ടുള്ളത്. പ്രവീൺ പുരുഷോത്തമൻ ചേരും വിവരങ്ങളുമായി. പ്രവീൺ, തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഡോക്ടർ തോമസ് ഐസക് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. ആന്റണിയെ സംബന്ധിച്ചിടത്തോളം വലിയ പോരാട്ടം തന്നെയാണ് തോമസ് ഐസക് കാഴ്ചവെച്ചത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് സീറ്റ് നിലനിർത്താനാകുമോ? എന്താണ് UDF ക്യാമ്പിന്റെ നിലവിലുള്ള കണക്കുകൂട്ടലുകൾ? LDF വിജയം ഉറപ്പിച്ച മണ്ഡലങ്ങളിലൊന്നാണ് പത്തനംതിട്ട. അനിൽ ആന്റണിയിലൂടെ വോട്ട് ശതമാനം ഉയർത്താനാകും, ജയിച്ചു കയറാനാകും എന്നൊരു പ്രതീക്ഷ BJPയും വെച്ച് പുലർത്തുന്നുണ്ട്. വിനീത, പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ 3 മുന്നണികളും വിജയപ്രതീക്ഷയിൽ തന്നെയാണ്. ഇനി കേവലം മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ ഈ വോട്ടെണ്ണൽ തുടങ്ങാനായിട്ട്. ആ ഒരു സമയത്ത് 3 മുന്നണികളും വലിയ പ്രതീക്ഷയിൽ തന്നെയാണ്. ജയിക്കുകയാണെങ്കിൽ അത് 4ാം തവണയായിരിക്കും UDF സ്ഥാനാർത്ഥി ആന്റണി എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. കഴിഞ്ഞ 3 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ UDF ആണ് വിജയിച്ചത്. ഇടതുമുന്നണിക്ക് ആ ഒരു നേട്ടത്തിലേക്ക് എത്താൻ കഴിഞ്ഞില്ല. കഴിഞ്ഞ തവണ ഇപ്പോഴത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജാണ് LDF സ്ഥാനാർത്ഥിയായി മത്സരിച്ചത്. അന്നും വലിയ പോരാട്ടം തന്നെയാണ് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ നടന്നത്. ഇക്കുറിയും 3 മുന്നണി സ്ഥാനാർത്ഥികളും ശക്തമായിട്ടുള്ള പോരാട്ടം തന്നെയാണ് കാഴ്ചവെച്ചത്. UDF ക്യാമ്പിന്റെ ഒരു പ്രതീക്ഷ ആന്റണി 50,000-അടുത്ത് വോട്ടിന് ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നുള്ളതാണ്. അതേസമയം LDF ഇക്കുറി കളത്തിലിറക്കിയത് മുൻ ധനകാര്യ വകുപ്പ് മന്ത്രിയും CPIM നേതാവുമായിട്ടുള്ള ഡോക്ടർ തോമസ് ഐസക്കിനെയാണ്. തോമസ് ഐസക് പ്രചാരണത്തിന്റെ ആദ്യഘട്ടത്തിൽ ഇവിടെ എത്തിയപ്പോൾ അദ്ദേഹം തന്നെ കഴിഞ്ഞ ദിവസം നമുക്ക് നൽകിയൊരു അഭിമുഖത്തിൽ തുറന്നു പറഞ്ഞിരുന്നു പ്രചരണത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ താൻ അല്പം പുറകിലായിരുന്നു എന്ന്. പിന്നീട് മണ്ഡലത്തെക്കുറിച്ച് അദ്ദേഹം വിശദമായി പഠിക്കുകയും അതിനനുസരിച്ചുള്ള പ്രചാരണ തന്ത്രങ്ങളാണ് അദ്ദേഹം പ്രയോഗിച്ചത്. ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ അദ്ദേഹം ഒന്നാമത് എത്തി എന്ന ഒരു ആത്മവിശ്വാസം, അങ്ങനെയാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞത്. LDF സ്ഥാനാർത്ഥി ഡോക്ടർ തോമസ് ഐസക്കും വലിയ പ്രതീക്ഷയിൽ തന്നെയാണ്. CPIM-ന്റെ ഒരു വിലയിരുത്തൽ 53,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഡോക്ടർ തോമസ് ഐസക് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ വിജയിക്കും എന്നുള്ളതാണ്. അതേ കണക്ക് തന്നെയാണ് ഡോക്ടർ തോമസ് ഐസക്കും പറയുന്നത്. നാം ഇന്നലെ കണ്ടപ്പോഴും അദ്ദേഹം പറഞ്ഞത് പാർട്ടി വിലയിരുത്തൽ കൃത്യമാണ്, 53,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ താൻ വിജയിക്കും എന്ന് തന്നെയാണ് ഡോക്ടർ തോമസ് ഐസക് വ്യക്തമാക്കിയത്. അതേസമയം NDA സംബന്ധിച്ച് ദേശീയ ശ്രദ്ധ ആകർഷിച്ച ഒരു സ്ഥാനാർത്ഥി തന്നെയാണ് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ NDA സ്ഥാനാർത്ഥി എത്തിയത് എന്നുള്ളത് പ്രത്യേകതയാണ്. കാരണം ഉന്നത കോൺഗ്രസ് നേതാവും മുൻ പ്രതിരോധ വകുപ്പ് മന്ത്രിയുമായിട്ടുള്ള AK ആന്റണിയുടെ മകൻ അനിൽ ആന്റണിയാണ് NDAക്കായി പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിച്ചത്. അതുകൊണ്ട് തന്നെ അത് വലിയ ശ്രദ്ധയെ ആകർഷിച്ചു. NDA ക്യാമ്പും ഇപ്പോൾ പറയുന്നത് ഒരു അട്ടിമറി വിജയം പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ നേടും എന്നുള്ളതാണ്. പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തെ സംബന്ധിച്ച് ക്രൈസ്തവ വിഭാഗങ്ങളുടെ പിന്തുണ ആർക്ക് ലഭിക്കുമെന്നതിനെ ആശ്രയിച്ചിരിക്കും വിജയം എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായിട്ടുള്ള ഘടകം. കഴിഞ്ഞ 3 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും ആന്റണി UDF-നായി വിജയിച്ചു കയറിയത് ക്രൈസ്തവ വോട്ടുകളുടെ പിൻബലത്തിലായിരുന്നു. നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണം തുടങ്ങിയ സമയത്ത് മാർത്തോമ സഭാ അധ്യക്ഷൻ ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പോലിത്തയുമായി ഒരു അഭിമുഖം നടത്തിയിരുന്നു. അന്ന് നാം ചോദിച്ച ഒരു ചോദ്യം ആന്റണി ഇക്കുറിയും വിജയിക്കാനുള്ളൊരു സാധ്യത ഉണ്ടോ എന്നതായിരുന്നു. അതിന് മാർത്തോമ സഭാ അധ്യക്ഷന്റെ ഒരു മറുപടി നിലവിലെ സിറ്റിംഗ് MP-യുടെ പ്രവർത്തനത്തിൽ പോരായ്മകളില്ലല്ലോ എന്നായിരുന്നു. അതായത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ പോലും മാർത്തോമ സഭാ അധ്യക്ഷന്റെ ഭാഗത്തു നിന്നും അത്തരത്തിലുള്ള ഒരു പ്രതികരണമാണ് വന്നിരുന്നത്. സ്വാഭാവികമായും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും ക്രൈസ്തവ വിഭാഗങ്ങളുടെ പിന്തുണ ആന്റണിക്ക് ലഭിച്ചിരുന്നു. ഇക്കുറിയും ആ ഒരു പിന്തുണ തനിക്കുണ്ട് എന്നുള്ളൊരു ആത്മവിശ്വാസത്തിലാണ് ആന്റണി. അതേസമയം തന്നെ ഡോക്ടർ തോമസ് ഐസക്കുമായി സംസാരിച്ചപ്പോഴും അദ്ദേഹം എടുത്തു പറയുന്നൊരു കാര്യം പെന്തക്കോസ്റ്റ് വിഭാഗങ്ങളുടെ പിന്തുണ തനിക്ക് ഇക്കുറി ഉണ്ട് എന്നുള്ളതാണ്. അതേസമയം തന്നെ LDF-ന് അത്തരം ഒരു സാധ്യത പറയുമ്പോൾ പോലും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ പെന്തക്കോസ്റ്റ് വിശ്വാസികളുടെ വിവിധ യൂണിറ്റുകൾ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഇത് സംബന്ധിച്ച് ആർക്ക് പിന്തുണ നൽകണമെന്നത് സംബന്ധിച്ച് വാർത്താ സമ്മേളനങ്ങൾ നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ പെന്തക്കോസ്റ്റ് വിഭാഗങ്ങളുടെ പിന്തുണ അത് വിഘടിച്ചു പോകാനൊരു സാധ്യതയുണ്ട്. അതേസമയം തന്നെ അനിൽ ആന്റണിയും ഉറപ്പിച്ച് പറയുന്നത് അത് ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് പോലുള്ള സഭകളുടെ പിന്തുണ തനിക്കുണ്ട് എന്ന് അനിൽ ആന്റണിയും പറയുന്നു. അങ്ങനെയെങ്കിൽ ഈ ക്രൈസ്തവ വിഭാഗങ്ങളുടെ പിന്തുണ ഏത് സ്ഥാനാർത്ഥിക്ക് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ ലഭിച്ചു അതിനെ ആശ്രയിച്ചിരിക്കും വിജയം എന്നുള്ളതാണ്. ഏതായാലും 3 മുന്നണി സ്ഥാനാർത്ഥികളും പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ വലിയ വിജയപ്രതീക്ഷ തന്നെയാണ് വെച്ച് പുലർത്തുന്നത്. വിനീത, പ്രവീൺ പുരുഷോത്തമനാണ് പത്തനംതിട്ടയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. പത്തനംതിട്ട ആർക്കൊപ്പമായിരിക്കും? ആന്റണി സീറ്റ് നിലനിർത്തുമോ? തോമസ് ഐസക് ജയിച്ചു കയറുമോ? അനിൽ ആന്റണി എത്ര വോട്ട് പിടിക്കുമെന്നൊക്കെയുള്ള ചർച്ചകൾ തന്നെയാണ് അവസാനവട്ടവും നടക്കുന്നത്.